വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. മണി ആൻഡ് എക്കോണമി എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിനെ പറ്റിയാണ് അല്ലേ. 6ഓളം ഫംഗ്ഷൻസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ആ ഫംഗ്ഷനുകളെ പറ്റിയാണ് ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, പ്രിൻറ്റിങ് ആൻഡ് ഇഷ്യൂയിങ് കറൻസി അല്ലെ, നോട്ട് പ്രിൻ്റ് ചെയ്യുക, അത് ഇഷ്യൂ ചെയ്യുക. ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക. കൺട്രോൾ ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ് അല്ലെ, പൈസയുടെ അതുപോലെ തന്നെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കൊടുക്കുന്നതിനാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആക്ട് ആസ് ഗവൺമെൻറ്റ്സ് ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുക. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ എന്താണ്, പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ബാങ്കിൻ്റെ ജോലി എന്ന് പറയുന്നത്. ആ ജോലികൾ നമുക്ക് ആദ്യത്തെ ഒരു 2-3 എണ്ണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്, കാരണം എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്കത്ര പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങ് മനസ്സിലാകുന്ന ഒരു വിഷയം അല്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാക്സിമം സിമ്പിളായിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി മാക്സിമം ശ്രദ്ധ കൊടുത്ത് ക്ലാസ് കാണുകയും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നല്ല ശ്രദ്ധയോടെ വായിക്കാനും എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ശ്രമിക്കണം. എങ്കിലേ നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പ്രിൻറ്റിങ് ആൻഡ് ഇഷ്യൂയിങ് ഓഫ് കറൻസിയിൽ നമുക്ക് എന്താ നോക്കാനുള്ളത്? നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഇന്ത്യൻ റുപ്പി അല്ലേ, ഈ രൂപ എന്ന് പറയുന്നത്, നോട്ട് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇതിനുള്ള അവകാശം എവിടെ നിന്നാണ് കിട്ടിയത്? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ കറൻസി നോട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള അവകാശം റിസർവ് ബാങ്കിന് മാത്രമേ ഉള്ളൂ. മറ്റാരെങ്കിലും അത് പ്രിൻ്റ് ചെയ്താൽ അത് കള്ള നോട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ റിസർവ് ബാങ്കിന് മാത്രമാണ് കറൻസി നോട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള അവകാശം. അത് എവിടെ നിന്ന് കിട്ടി? 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണിത് കിട്ടുന്നത്. നിങ്ങൾക്കറിയാം, 35 റിസർവ് ബാങ്ക് വരുന്നു, അപ്പോൾ 34 ആക്ട് വരുന്നു. ആ ആക്ട് പ്രകാരമാണ് എന്ത്? പവർ ടു പ്രിൻറ്റ് ആൻഡ് ഇഷ്യൂ ഓൾ കറൻസി നോട്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കോയിനുകളും 1 രൂപ നോട്ടും പ്രിൻ്റ് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും ആരല്ല? റിസർവ് ബാങ്ക് അല്ല. അത് പിന്നെ ആരായിരിക്കും? അത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്ത്. കാരണം ഫിനാൻസ് സെക്രട്ടറിയാണ് അത് ഒപ്പുവയ്ക്കുന്നതെന്ന് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 രൂപ നോട്ടിൽ മാത്രം. ഇപ്പോൾ അത് 1 രൂപ നോട്ട് അത്ര സർക്കുലേറ്റ് ചെയ്യുന്നില്ല. നാണയങ്ങളുടെ കാര്യവും ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് അല്ല, ബാക്കിയാണ്. അപ്പോൾ ബാക്കി നമ്മുടെ 10 രൂപ നോട്ട് തുടങ്ങിയിട്ട്, പണ്ട് 5 രൂപ നോട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. 10 രൂപ തൊട്ട് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് 2000. അതിപ്പോൾ പ്രിൻറ്റിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല, എങ്കിൽ 2000 വരെ അല്ലേ. 2000 നമുക്കിപ്പോൾ തിരിച്ച് മാറ്റേണ്ട സമയം കഴിഞ്ഞു അല്ലേ. അപ്പോൾ 500 വരെയൊക്കെയുള്ള നോട്ടുകളെല്ലാം പ്രിൻറ്റ് ചെയ്യുന്നതും അത് ഇഷ്യൂ ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഈ പറയുന്ന റിസർവ് ബാങ്കാണ്. ഡിസൈൻ ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൊണ്ടുവരിക, പ്രിൻറ്റ് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ആരുടെ ജോലിയാണ്? ഈ പറയുന്ന റിസർവ് ബാങ്കിൻ്റെ ജോലി ആണ്. എവിടെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ കറൻസി നോട്ട് എവിടെയാണ് പ്രിൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ നരസിംഹം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നന്ദഗോപാൽ മാരാറിനെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാവത്തില്ല അല്ലേ. നരസിംഹം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എൻ്റെയൊക്കെ ഒരു ജനറേഷനും അത് കഴിഞ്ഞ് വന്ന കുറേ ജനറേഷനുള്ളവർ എല്ലാവർക്കും നരസിംഹം സിനിമ അറിയാം. അതിനകത്ത് നന്ദഗോപാൽ മാരാർ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടർ പറയുന്ന ഡയലോഗ് ഉണ്ട് അല്ലേ. നാസിക്കിൽ റിസർവ് ബാങ്കിൽ നോട്ട് അടിക്കുന്ന പ്രസ്സുണ്ട് അല്ലേ, കമ്മട്ടം എന്ന് പറയും. അപ്പോൾ നാസിക് എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് റിസർവ് ബാങ്കിൻ്റെ നോട്ട് അടിക്കുന്നത് നാസിക് എന്ന് പറയുന്ന സ്ഥലത്താണ് അറിയുന്നത്. അപ്പോൾ ഈ നാസിക് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലാണ്. അവിടെയാണ് എന്തുള്ളത്? റിസർവ് ബാങ്ക് നോട്ട് പ്രിൻറ്റ് ചെയ്യുന്ന പ്രസ്സുള്ളത്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രസ് 2 സ്ഥലത്തുണ്ട്. ഒന്ന് മഹാരാഷ്ട്രയിലെ നാസിക്കിലും മറ്റൊന്ന് മധ്യപ്രദേശിലെ ദേവാസിലും. ഓക്കെ, അപ്പോൾ മധ്യപ്രദേശിലെ ദിവാസ് എന്നാണ് പറയുന്നത്. ദിവാസിലും നാസിക്കിലുമാണ് എന്ത് ചെയ്യുന്നത്? കറൻസി നോട്ട് പ്രസ് അതുള്ളത്. എന്നാൽ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ നോട്ട് മുദ്രൻ എന്ന് പറയുന്ന സ്ഥാപനം, അതും പ്രസ് തന്നെയാണ്. വേറെ 2 സ്ഥലത്തൂടെ ഉണ്ട്. ഒന്ന് കർണാടകയിലെ മൈസൂരിലും മറ്റൊന്ന് വെസ്റ്റ് ബംഗാളിലെ സൽബോണി എന്ന് പറയുന്ന സ്ഥലത്തും എന്തുണ്ട്? പ്രസ്സുണ്ട്. ഈ 4 സ്ഥലങ്ങളിലാണ് നോട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. നിങ്ങളും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, എവിടുന്ന ഇത് വരുന്നതെന്ന്. അവിടെ സ്പെഷ്യലൈസ്ഡ് പ്രിൻറ്റിങ് മെഷീനുകളുണ്ട്, അതിൽ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നോട്ട് പ്രസ് ചെയ്യുന്ന, പക്ഷേ എപ്പോഴും പ്രസ് എന്ന് വാക്ക് എവിടെ നിന്ന് വരുന്നത്? പ്രിൻറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1934 ഗവൺമെൻറ് ഓഫ് RBI ആക്ട് പ്രകാരമാണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, 1 രൂപ നോട്ടും കോയിനും പ്രിൻറ്റ് ചെയ്യുന്നത് RBI അല്ല. അതാരാണ്? അത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഡിസൈനിങ് കറൻസി നോട്ട്, ആഡിങ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, പ്രിൻറ്റിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോട്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മുടെ പ്രസ് പ്രവർത്തിക്കുന്നത്? ഒന്ന് മഹാരാഷ്ട്രയിലെ നാസിക്കിലും മധ്യപ്രദേശിലും അല്ലേ. അപ്പോൾ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും അല്ലേ,
മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമാണ് എന്തുള്ളത് പ്രസ് ഉള്ളത്. മഹാരാഷ്ട്രയിലാണെങ്കിൽ അത് നാസിക് എന്നാണ്, മധ്യപ്രദേശിലാണെങ്കിൽ അത് ദേവാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഇവിടെയാണ് നാസിക്കിലും ദേവാസിലുമാണ്. അതുപോലെ തന്നെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ല, അത് RBIയുടെ തന്നെ കീഴിൽ വരുന്നതാണ്. അത് കർണാടകയിലെ മൈസൂരും അതുപോലെ വെസ്റ്റ് ബംഗാളിലെ സാൽബോണിയിലുമാണ് ഉള്ളത്. അപ്പോൾ പിന്നെ നോട്ടിൻ്റെ കാര്യം ഓക്കെ. പിന്നെ നാണയങ്ങൾ ആരാ പ്രിൻ്റ് ചെയ്യുന്നത്? മുംബൈയിലും ഹൈദരാബാദിലും കൊൽക്കത്തയിലും നോയിഡയിലും എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻ. ഓക്കെ, കോയിൻ നിർമ്മിക്കുന്നതിന് കോയിൻ മിൻറ്റിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, കോയിൻ നിർമ്മിക്കുന്നതിന് എന്താ വിളിക്കുന്നത്? കോയിൻ മിൻറ്റിങ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നോട്ടുകളെ പറ്റി പറഞ്ഞു, കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ആരെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല? ഡിമോണിറ്റൈസേഷനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മളെല്ലാവരും 2016 ഈ പറയുന്ന മഹത്തായിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. എന്താണ് ഡിമോണിറ്റൈസേഷൻ? റിസർവ് ബാങ്കിന് അല്ലേ, നിങ്ങൾ ആലോചിക്കും, ഒരു കറൻസി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗവൺമെൻറ് അംഗീകരിച്ച് വെറും ഒരു പേപ്പർ മാത്രമാണ് ഈ പറയുന്ന കറൻസി നോട്ട് എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് വില കൊടുക്കുന്നിടത്തോളം കാലം വിലയുണ്ട്. ഗവൺമെൻറ് ഇതിനൊന്നും വിലയില്ല എന്ന് പറയുന്നു, അതിനൊന്നുമില്ല, വിലയില്ലാതായിട്ട് മാറും. അങ്ങനെ 2016 നവംബർ മാസം 8-ാം തീയതി അല്ലേ എന്ത് ചെയ്യുന്നു? നമ്മുടെ മോദിജി പെട്ടെന്ന് ന്യൂസിലെല്ലാം വരുന്നു അല്ലേ, ഇന്ന് രാത്രി മുതൽ എന്താണ് 1000-ൻ്റെയും അതുപോലെ തന്നെ എന്താണ് 500-ൻ്റെയും നോട്ടുകൾ അസാധുവായി മാറുന്നു എന്നൊക്കെ പറഞ്ഞ് കോലാഹലം സൃഷ്ടിച്ചതാണ്. അപ്പോൾ എന്താ ഡിമോണിറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡിമോണിറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം റിസർവ് ബാങ്കിന് എന്ത് ചെയ്യാം? അപ്പോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻ പ്രകാരം റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് ക്യാൻ വിഡ്രോ കറൻസി നോട്ട്സ് ഫ്രം സർക്കുലേഷൻ അല്ലേ? ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോട്ടുകൾ നിരോധിക്കാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ പല സമയങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല. ഈ പറയുന്ന 2016 നവംബർ 8 നടക്കുന്നതിന് മുന്നേയും പല സർക്കാരുകളും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കള്ളപ്പണം, കറൻസി അല്ലേ, ബ്ലാക്ക് മണി, കള്ളപ്പണം, ടെററിസം, അതുപോലെ തന്നെ കറപ്ഷൻ, കൗണ്ടർ ഫീറ്റ് അല്ല കള്ളനോട്ടിൻ്റെ വ്യാപനമൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അത് എഫക്റ്റീവ് ആയെന്നും അല്ലെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. അത് പൊളിറ്റിക്കൽ കാര്യമാണ്, നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത് ഒന്നാമത്തെ ഫംഗ്ഷൻ ഓക്കെ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വരുന്നതാണ് ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഇതൊന്നും അല്പം വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്, മനസ്സിലാക്കണം. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടസ് ബാങ്കേഴ്സ് ബാങ്ക്. ഒക്കെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് റിസർവ് ബാങ്കിൻ്റെ ജോലി? ഒന്ന്, ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കുന്നു. എന്താണ് സംഭവം? എമർജൻസി ലോൺസ് ടു ബാങ്ക് ഡ്യൂറിങ് ക്രൈസിസ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമുക്ക് എന്താണ് ഒരു ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കുക. എന്താണ് ഒരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാശുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പണ്ട് തൊട്ടേ നമുക്ക് ഈ പൈസ എന്ന് പറയുന്ന സാധനം കൈ വരും. അപ്പോൾ നമുക്ക് കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിലേക്ക് കൊടുക്കും. നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡെപ്പോസിറ്റ്. അപ്പോൾ ഡെപ്പോസിറ്റിന് ആനുപാതികമായിട്ട് നമുക്ക് എന്ത് കിട്ടും? പലിശ അഥവാ ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഇനി ബാങ്ക് ഈ പൈസ എന്ത് ചെയ്യും? ഒരു പെട്ടിക്കകത്തിട്ട് സൂക്ഷിച്ചു വെച്ചാൽ ബാങ്കിന് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല. ബാങ്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന പൈസ ആവശ്യക്കാരൻ എന്തായിട്ട് കൊടുക്കും? ലോണായിട്ട് കൊടുക്കും. അപ്പോൾ ലോൺ എടുക്കുന്ന ആവശ്യക്കാരൻ വാങ്ങിയ എമൗണ്ടും അതിനോടൊപ്പം ഒരു ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് ആർക്ക് കൊടുക്കും? ബാങ്കിന് കൊടുക്കും. സത്യത്തിൽ ഇങ്ങനെയല്ല ഒരു ബാങ്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം? ഡെപ്പോസിറ്റ് അങ്ങോട്ട് കൊടുക്കും. ആർക്ക്? ബാങ്കിന്. ബാങ്കിന് നമ്മൾ ഡെപ്പോസിറ്റ് അങ്ങോട്ട് കൊടുക്കും അല്ലേ? ഡെപ്പോസിറ്റ് അധികമുള്ള പൈസ. ബാങ്ക് അത് ആവശ്യക്കാരൻ എന്തായിട്ട് കൊടുക്കും? ലോണായിട്ട് കൊടുക്കും. ഇതിനെ തന്നെയാണടാ ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചാൽ പിന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ലോണിന് തന്നെയാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ലോണിന് നമ്മൾ എന്ത് കൊടുക്കും? പലിശ കൊടുക്കും. ഈ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ബാങ്ക് എന്ത് കൊടുക്കും? പലിശ കൊടുക്കും. അപ്പോൾ എവിടെ നിന്ന് വരുന്നടാ ബാങ്കിൻ്റെ വരുമാനം? ഈ പറയുന്ന ഡെപ്പോസിറ്റിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനേക്കാളും കുറവായിരിക്കും? ഇൻട്രസ്റ്റ് വഴി കിട്ടുന്ന അല്ലെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലോൺ വഴി കിട്ടുന്ന ഇൻട്രസ്റ്റിനേക്കാളും കുറവായിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, 1000 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ബാങ്ക് എനിക്ക് തരുന്ന പലിശ എന്ന് പറയുന്നത് 10 രൂപയാണെന്നിരിക്കട്ടെ. ഇതേ 1000 രൂപ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ലോൺ എടുത്ത ആൾ ബാങ്കിന് കൊടുക്കുന്ന പലിശ എന്ന് പറയുന്നത് 20 രൂപയായിരിക്കും. അപ്പോൾ 1000 രൂപ ബാങ്കിന് കിട്ടി, ബാങ്ക് അത് മറിച്ചു കൊടുത്തു, ബാങ്കിന് 20 രൂപ അധികം കിട്ടി, അതിൽ 10 എനിക്ക് തന്നു. അപ്പോൾ ബാങ്കിന് എത്ര കിട്ടി? 10 രൂപ കിട്ടിയില്ലേ? ഇങ്ങനെ ഒരാളുടെ പൈസ എടുത്ത് മറ്റൊരാൾക്ക് കൊടുത്ത് മറിച്ച് കാശുണ്ടാക്കുന്ന സംഭവമാണ് ബാങ്ക് എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനം. അങ്ങനെയുള്ള ബാങ്കുകളുടെ ബാങ്കാണ് ആര്? റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബാങ്കിൽ നമ്മളെപ്പോഴും പൈസ കൊണ്ട് ഇടും. ഈ കൊണ്ടിടുന്ന പൈസ
ബാങ്ക് ഫുൾ അവിടെ സൂക്ഷിച്ചു വയ്ക്കുമോ? ഇല്ല. അങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ ബാങ്കൊക്കെ ഒരു ദിവസം പറ്റിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് പറ്റത്തില്ല. നിങ്ങൾ ഈ കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം എവിടെ കൊടുക്കണം? റിസർവ് ബാങ്കിലേക്ക് കൊടുക്കണം. ഇതിനാണ് ക്യാഷ് റിസർവ് ഇൻ ദ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, റിസർവ് ഓഫ് ഓൾ ബാങ്ക് എന്ന് പറയുന്നു. ഈ പറയുന്ന ഇപ്പോൾ ഒരു എക്സാമ്പിൾ മൊത്തം തുകയുടെ ഒരു 10% അല്ലെങ്കിൽ 20% ഒക്കെ എന്ത് ചെയ്യണം? റിസർവ് ബാങ്കിൽ നമ്മൾ ഈടായിട്ട് വെക്കണം. ബാങ്ക് വെക്കണം. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഈ ബാങ്കുകൾക്ക് ഇപ്പോൾ ഒരുപാട് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർ ഒരുപാട് ഒരുമിച്ച് വന്ന് കടമൊക്കെ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ ബാങ്ക് ഓൾറെഡി ആൾക്കാർക്ക് ലോൺ കൊടുത്തേക്കായിരിക്കും. അപ്പോൾ കൈ പെട്ടെന്ന് കാശ് ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന എമർജൻസി സമയത്ത് ഈ പറയുന്ന ബാങ്കുകൾ എവിടെ പോകും? RBIയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക, RBI എനിക്ക് കിട്ടാനുണ്ട്, ഞാൻ ലോൺ കൊടുത്തേക്കാണ്, എനിക്കതിൻ്റെ കൊളാറ്ററലൊക്കെ ഉണ്ട്, ഈടൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ഒന്ന് ചോദിച്ചേക്കണം, അപ്പോൾ എനിക്ക് കാശ് കൊടുക്കണം, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ബാങ്കിന് ലോൺ ആര് കൊടുക്കും? റിസർവ് ബാങ്ക് കൊടുക്കും. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ലോൺ സാധാ ബാങ്ക് ഇപ്പോൾ SBI ലോൺ എടുക്കാൻ RBI പോകും എന്ന് വിചാരിക്കുക. SBI വലിയ ബാങ്ക് ആണെങ്കിലും അതുപോലെ ഇറ്റ് മെയിൻറ്റെയിൻ ദ റിസർവ് ഓഫ് ഓൾ ബാങ്ക്. അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ. RBI മെയിൻറ്റെയിൻസ് ദ റിസർവ് ഓഫ് ഓൾ ബാങ്ക് എന്ന് വെച്ചാൽ ബാങ്ക് കീപ്പ് എ പാർട്ട് ഓഫ് ദെയർ മണി വിത്ത് RBI ആസ് എ കമ്പൽസറി റിസർവ് ഫോർ സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി. പിടികിട്ടി കാണുമല്ലോ. മൊത്തം പൈസ എടുത്ത് ലോണിന് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യക്കാർ വരുമ്പോൾ കൊടുക്കാൻ കാശുണ്ടാവത്തില്ല. അപ്പോൾ ബാങ്ക് പൊളിയും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന പൈസയുടെ 1% ഒരു ഭാഗം ആർക്ക് കൊടുക്കണം? റിസർവ് ബാങ്കിന് എന്തായിട്ട് കൊടുക്കണം? റിസർവായിട്ട് കൊടുക്കണം. അത് തന്നെ റിസർവ് ബാങ്ക് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. ഇനി to help to settle transactions between ബാങ്കുകൾക്കിടയിലുള്ള ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഈ പറയുന്ന RBI സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയുള്ള പോയിന്റ് ഞാൻ എന്തിനാ ഇത്ര വിശദീകരിച്ച് പറയുമെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പല കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ബേസിക് നോളജ് ഇല്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റിസർവ് ബാങ്കിൽ ജോലി എന്താണ്? ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഏതൊരു ബാങ്കിന് കിട്ടുന്ന പൈസയുടെയും ഒരു ഭാഗം റിസർവ് എന്ന രീതിയിൽ സൂക്ഷിക്കും, RBI സൂക്ഷിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കും. അങ്ങനെ എല്ലാ ബാങ്കുകളുടെ റിസർവ് അവിടെ ഉണ്ടാവും. അതുപോലെ ഒരു ബാങ്കിന് ഒരു എമർജൻസി വരുന്ന സമയത്ത് ലോൺ കൊടുക്കുന്നതും ആരാണ്? RBI ആണ്. മാത്രമല്ല ഒരു ബാങ്കിൻ്റെ ഫംഗ്ഷൻ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? RBI ആണ്. RBI തീരുമാനിക്കുന്ന അനുസരിച്ചാണ് ബാങ്ക് പലിശ കൊടുക്കുന്നതും ലോൺ കൊടുക്കുന്നതും എത്ര രൂപ ലോൺ കൊടുക്കുന്നതും എല്ലാം. കാരണം ബാങ്കിന് കുറേ കാര്യങ്ങൾ RBI അറിയാതെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, കിട്ടുന്ന കാശ് മൊത്തം ലോൺ കൊടുത്ത് ആ ലോണിൽ നിന്നെല്ലാം ഇൻട്രസ്റ്റ് വാങ്ങിച്ച് ബാങ്ക് വളരുക എന്നുള്ളത് ബാങ്കിന് ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ പോയി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടല്ലേ പെട്ടെന്ന് ഡെപ്പോസിറ്റ് തിരിച്ചു ചോദിക്കാൻ വരുന്ന ജനങ്ങൾക്ക് എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞ് ബാങ്ക് രക്ഷപ്പെടാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ബാങ്കിൻ്റെ പൈസ റിസർവ് ചെയ്ത് RBI വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾക്കൊക്കെ പൈസ അവിടെ കൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സേഫ് ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് RBIയുടെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പൈസ കിട്ടില്ലെങ്കിൽ RBI എന്ത് ചെയ്തോളൂ? അത് നോക്കിക്കോളും. സെറ്റാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷൻ വരികയാണ് കൺട്രോൾ ആൻഡ് ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. കൺട്രോൾ ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്ലൈ ഓഫ് മണി കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് ഈ പറയുന്ന നോട്ടാണ് കറൻസിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ട്രാൻസാക്ഷനും പകരം കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു രൂപ കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മുടെ പർച്ചേസിങ് പവർ എന്നും പറയുന്നത്. ഇതെന്ന് പറയുന്നത് പർച്ചേസിങ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തും ഈ രൂപ എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് പ്രിൻ്റ് അടിച്ചിറക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അല്ല, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇന്ത്യയുടെ എക്കോണമി മോശം എന്ന് പറയുമ്പോൾ? എന്നാൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാം? റിസർവ് ബാങ്ക് നമ്മുടെ അല്ലേ, ചുമ്മാ കുറേ നോട്ടും അടിച്ചിറക്കി കഴിഞ്ഞാൽ കാര്യം തീരുവില്ലേന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. ഒരു രാജ്യത്തിൻ്റെ രൂപ എന്ന് പറയുന്നതിന് ഒരു മൂല്യമുണ്ട്. ഒരു രാജ്യത്തിൻ്റെയും രൂപയ്ക്കൊരു മൂല്യമുണ്ട്. നിങ്ങൾ ഡോളർ എന്ന് കേട്ടാൽ നിങ്ങൾക്കറിയാം അല്ലെ, അമേരിക്കയുടെ രൂപയാണ്, അതിന് ഭയങ്കര വിലയാണ്. കുവൈറ്റ് ദിനാർ ഭയങ്കര വിലയുള്ളൊരു രൂപയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും രൂപയുടെ വില തീരുമാനിക്കുന്നത് ആ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനമാണ്. എന്താണ് ഉൽപ്പാദനം എന്ന് വെച്ചാൽ? ഒരു രാജ്യം നല്ല രീതിയിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയാൽ ആ പ്രോഡക്റ്റ് വാങ്ങാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ആൾക്കാർക്കെല്ലാം ഈ രൂപ ആവശ്യമാണ് അല്ലെ, ഇത് കൊടുത്താലേ വാങ്ങാൻ പറ്റുള്ളൂ. സോ രൂപയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. പിടികിട്ടിയ ഒന്നുകൂടെ, ഏത് രാജ്യത്താണോ ഉൽപ്പാദനം കൂടുതൽ, പ്രൊഡക്ഷൻ കൂടുതൽ എന്ന് വെച്ചാൽ വെറൈറ്റി എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ ആ രാജ്യം ഉൽപ്പാദിപ്പിച്ചാൽ ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും വേണം. അപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ എന്ത് വേണം? ആ രാജ്യത്തെ രൂപ വേണ്ട കയ്യിൽ അല്ലേ, നല്ല കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ ഡിമാൻഡ് കൂടിയാൽ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഇതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് രൂപയുടെ മൂല്യം മനസ്സിലാക്കാനുള്ള പരിപാടി. ഇനി പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് വർഷം കഴിയുമ്പോൾ സത്യത്തിൽ എന്ത് ചെയ്യാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്, പണപ്പെരുപ്പം വിളിക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അപ്പൂപ്പന് ഒരു ദിവസം എത്ര രൂപയെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുക. ചിലപ്പോൾ 5 രൂപ എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 10 രൂപ എന്ന് പറയും. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ദിവസം കിട്ടുന്ന ശമ്പളം എത്രയെന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രണ്ട് സമയത്തുള്ള വ്യത്യാസം എന്താ? കാലം കഴിഞ്ഞപ്പോൾ
രൂപയുടെ മൂല്യം കുറഞ്ഞു അല്ലേ. പണ്ട് 5 രൂപ കൊണ്ടൊരു മാസം ചിലവ് നോക്കാൻ അപ്പൂപ്പന് പറ്റിയിരുന്നെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഇന്ന് ഒരു ദിവസം 1000 രൂപ കിട്ടിയാൽ പോലും പറ്റുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പൈസ എന്ന് പറയുന്ന സാധനം കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുടെ അളവ് കുറഞ്ഞു അല്ലേ. ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങിയ കാലത്ത് 75 രൂപയായിരുന്നു പെട്രോൾ, 1 ലിറ്റർ പെട്രോൾ. ഇന്ന് 107 രൂപ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടുള്ളൂ? പെട്രോൾ കിട്ടുള്ളൂ. പെട്രോൾ 1 ലിറ്റർ തന്നെ അന്ന് ഒന്നും കിട്ടിയത്. പക്ഷേ എന്ത് പറ്റി? 1 ലിറ്റർ പെട്രോളിന് 75 രൂപ അന്ന് കൊടുത്താൽ മതിയായിരുന്നു. കാരണം 75 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോളിൻ്റെ മൂല്യം ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിലോ ഇല്ല. ഇന്ന് 107 രൂപയ്ക്ക് ഈ പറയുന്ന 1 ലിറ്റർ പെട്രോളിൻ്റെ മൂല്യം കിട്ടുന്നുള്ളൂ. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ? നോക്കടാ, ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ഡെഫിനേഷൻ ഉണ്ട്, അറിഞ്ഞിരിക്കണം. ആൻ ഇൻക്രീസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് നോൺ എസ് ഇൻഫ്ലേഷൻ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിലുണ്ടാകുന്ന വർധനവാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ. അല്ലെങ്കിൽ ജനറലായി ഉണ്ടാകുന്ന വർധനവാണ്. എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ആയിരിക്കില്ല, ജനറലായിട്ടുണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വർഷത്തെ താരതമ്യം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻഫ്ലേഷൻ എന്ത് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ മണി സപ്ലൈ ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, പൈസ ഒരു രാജ്യത്ത് ആവശ്യത്തിന് മാത്രമേ സർക്കുലേറ്റ് ചെയ്യാവൂ അല്ലേ. നിങ്ങൾ കള്ളനോട്ട് വരുമ്പോൾ എന്തിനാണ് ഗവൺമെൻറ് ഇത്ര കഷ്ടപ്പെട്ട് പിടിക്കുന്നത്? എടാ, രാജ്യത്ത് മൊത്തം കള്ളനോട്ട് വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി, ഞാൻ എന്ന വ്യക്തിക്ക് എനിക്ക് ചുമ്മാ കുറേ നോട്ട് കിട്ടി, ഞാൻ ഒരു ഉൽപ്പാദനവും നടത്തുന്നില്ല, ഞാൻ ഒരു പണിക്കും പോകുന്നില്ല, പക്ഷേ എനിക്ക് ചുമ്മാ നോട്ട് കിട്ടി, ഞാൻ എന്ത് ചെയ്യും? ആ പൈസ കൊണ്ട് ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ എന്ത് പറ്റും? സാധനങ്ങളുടെ വില കൂടും, സാധനങ്ങളുടെ വില കൂടും അല്ലേ. അപ്പോൾ സാധാരണ ജോലി ചെയ്യുന്നവന് അവന് കുറച്ച് ശമ്പളമേ കിട്ടുകയുള്ളൂ, അവൻ അത് വെച്ച് സാധനം വാങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വില കൂടും അല്ലേ, സാധനങ്ങളുടെ വില കൂടും. കണ്ടോ, വില കൂടുന്നു, ജനറൽ ലെവൽ റൈസ് ഓഫ് പ്രൈസ്, സാധനങ്ങളുടെ വിലയിലുണ്ടാകുന്ന വർധനവ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. സോ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൂടെ നിന്നോളല്ലേ, പിടികിട്ടത്തില്ല. സോ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ എന്ത് പറ്റും? പ്രൊഡക്ഷൻ അതിനനുസരിച്ച് കൂടണം. അല്ലാതെ പൈസ മാത്രം കൂടുകയും ഉൽപ്പാദനം കൂടാതിരുന്നു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ദിവസവും ചുമ്മാ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഒരു 500 രൂപ നോട്ട് പ്രിൻറ്റ് ചെയ്ത് ഞാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ചുമ്മാ പൈസ കിട്ടുകയാണ്. എൻ്റെ ചുമ്മാ ആ നോട്ട് എന്ന് പറഞ്ഞ സാധനം വെറുതെ ഇരിക്കണം, അതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല അല്ലേ. ആ നോട്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സാധനം വാങ്ങുന്നു. ഞാനായിട്ട് ഈ രാജ്യത്തിനൊന്നും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഉൽപ്പാദനം കൂടുന്നുണ്ടോ? ഇല്ല. ഞാൻ എന്തെങ്കിലും സേവനം ചെയ്യുന്നുണ്ടോ? ഇല്ല. ചുമ്മാ ഇരിക്കുക. അപ്പോൾ എന്നെ പോലെ കുറേ പേരുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇവരിലൊക്കെ കാശ് ചുമ്മാ കിട്ടുകയാണ് അല്ലേ. അതാണ് സപ്ലൈ കൂടുന്നു, പൈസയുടെ സപ്ലൈ, പൈസ കൈ ചുമ്മാ വരികയാണ്. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് സാധനങ്ങളുടെ വിലയൊക്കെ കൂട്ടി വയ്ക്കും. സോ സാധനങ്ങളുടെ വില കൂടും. സോ ഇൻഫ്ലേഷൻ ഉണ്ടാവും. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ജനറൽ ലെവൽ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് നോൺ ആസ് ഇൻഫ്ലേഷൻ. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലൂടെയാണ്. എന്തിലൂടെയാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ 2025, 2023 2 കൊല്ലവും നമുക്ക് ഒരേ കുറേ സാധനങ്ങൾ, നമുക്ക് ഏതൊരു ഉപഭോക്താവിനും സാധാരണ ഒരു കൺസ്യൂമറിനും കുറേ സാധനങ്ങൾ ഡെയിലി ആവശ്യമുണ്ട്. ഈ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ രണ്ടും എടുക്കുകയാണ്, 2 കൊല്ലത്തെ എടുക്കുകയാണ്. എന്നിട്ട് രണ്ടിനുമായ വില നമ്മൾ കൂട്ടി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? വില കൂടിയോ കുറഞ്ഞോ ഇല്ല എന്നുള്ളത് കാണാൻ പറ്റത്തില്ലേ. 23 വാങ്ങിച്ചപ്പോൾ എത്ര രൂപയായിരുന്നു? 25 വാങ്ങിച്ചപ്പോൾ എത്ര രൂപയായിരുന്നു? സോ ആ കൂടിയ വില അല്ലെങ്കിൽ ആ കൂട്ടിയ സാധനത്തിൻ്റെ പേരാണ് എന്ത്? കൺസ്യൂമറിൻ്റെ പ്രൈസിൻ്റെ ഇൻഡെക്സ്. അതെടുത്ത് താരതമ്യം ചെയ്താൽ നമുക്ക് എന്തറിയാൻ പറ്റും? കൂടിയോ കുറഞ്ഞോ ഇല്ല എന്നറിയാൻ പറ്റും. ഇതാര് പ്രിപ്പയർ ചെയ്യും? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ആരാണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയോ, കൺട്രോൾ ആൻഡ് സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ നോക്കിയോ, എന്താണ് സപ്ലൈ ഓഫ് മണി? രാജ്യത്ത് പൈസ എത്രത്തോളം സർക്കുലേറ്റ് ചെയ്യുമെന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. സോ സപ്ലൈ ഓഫ് മണി കൂടിക്കഴിഞ്ഞാൽ എന്തും കൂടണം, അതിനോടൊപ്പം പ്രൊഡക്ഷനും കൂടെ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ. അതായത് നമ്മൾ രാജ്യം നല്ല രീതിയിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് വാങ്ങാൻ വിദേശത്തും സ്വദേശത്തും ഒക്കെ നിറച്ച ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് കൂടും ആ സാധനങ്ങൾക്കും ആ പൈസയുടെയും, അപ്പം വില കൂടും, അത് കുഴപ്പമില്ല. പക്ഷേ സാധനങ്ങൾ ഇത് കൂടാതെ പൈസ മാത്രം സപ്ലൈ കൂടിക്കൊണ്ടിരുന്നാൽ, ചുമ്മാ നോട്ടെന്ന് പറയുന്ന സാധനം അടിച്ചുകൊണ്ടിരുന്നാൽ ഗുണമില്ലാതാവും. സോ ഡസ് നോട്ട് ഇൻക്രീസ് പ്രൊപ്പോർഷനായിട്ട് കൂടിയില്ലെങ്കിൽ എന്ത് പറ്റും? ദെയർ അറൈസസ് എ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അവിടെ എന്ത് പറ്റും? ഫ്യൂവർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് മോർ മണി ഇൻ ദ എക്കോണമി അല്ലേ. സാധനങ്ങൾ കുറവും, പൈസ കൂടുതലും. അപ്പോൾ പൈസയ്ക്ക് മൂല്യം കുറയും, വിലയില്ലാത്തൊരു സാധനമായിട്ട് പൈസ മാറും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇൻഫ്ലേഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയണം: an increase in the general price level of goods and services is known as inflation. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, MOSPയുടെ കീഴിൽ വരും. ഇമ്പോർട്ടൻ്റ് ആണേ, പഠിച്ചോളണേ. ഈ പറയുമ്പോൾ എത്രത്തോളം പിടിയിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്ത് പറ്റും? കൂടുമ്പോൾ ആൾക്കാരുടെ എന്ത് കുറയും? പർച്ചേസിങ് പവർ കുറയും. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം അല്ലേ, പർച്ചേസിങ് പവർ കുറഞ്ഞു. കാരണം എന്താ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 75 രൂപ വെച്ച് എനിക്ക് 2012 1 ലിറ്റർ പെട്രോൾ വാങ്ങാമെങ്കിൽ എനിക്ക് ഇന്ന് 107 രൂപ കൊടുത്താലേ പെട്രോൾ കിട്ടത്തുള്ളൂ. കൂടിയില്ലേ വില?
കൂടിയില്ലേ? അപ്പോൾ എൻ്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞില്ലേ? 75 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ പർച്ചേസിംഗ് പവർ 107 രൂപയ്ക്ക് വാങ്ങുമ്പോൾ എൻ്റെ പർച്ചേസിംഗ് പവർ, പർച്ചേസ് ചെയ്യാനുള്ള എൻ്റെ പവർ കുറയുകയല്ലേ ചെയ്യുന്നത്? കാരണം എൻ്റെ വരുമാനം കൂടിയില്ലെങ്കിൽ ആലോചിച്ച് നോക്കി, എനിക്ക് അന്ന് 100 രൂപയാണ് വരുമാനം, അന്ന് എനിക്ക് 75 രൂപയ്ക്ക് പെട്രോൾ വാങ്ങാം, ഇന്നാണെങ്കിൽ ഞാൻ കടം വാങ്ങിച്ച് വേണം വാങ്ങാൻ. അപ്പോൾ എനിക്ക് സാധനം വാങ്ങാനുള്ള കഴിവ് എന്ത് ചെയ്യാണ്? ഇല്ലാതാവുകയാണ് സാധനങ്ങളുടെ വില കൂടുമ്പോൾ അല്ലെങ്കിൽ പൈസയുടെ മൂല്യം കുറയുമ്പോൾ. അത് എക്കോണമിയെ വളരെ മോശമായിട്ട് എന്ത് ചെയ്യും? ബാധിക്കും. പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഓക്കെ, സോ ഇൻഫ്ലേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യണം. എന്ത് ചെയ്യണം? ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യണം. കണ്ടോ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഓഗസ്റ്റും സെപ്റ്റംബറിലും കണ്ടോ ഇൻഫ്ലേഷൻ ചിലപ്പോൾ കൂടാം കുറയാം. ഇന്ത്യയിൽ അർബണിലുള്ളത് 7.2 ആയിട്ടുള്ളത് 5.3 ആയി, കേരളത്തിൽ 6.4 എന്നുള്ളത് 4.9 ആയി, റൂറൽ 6.95 എന്നുള്ളത് 4.65 ആയി. കണ്ടോ, 6.83 എന്നുള്ള ഇൻഫ്ലേഷൻ കുറഞ്ഞു. അപ്പോൾ കുറയാൻ കൂടാം, നല്ലത്. കുറഞ്ഞാൽ അത്രയും നല്ലത്, കൂടിയാൽ അത്ര നല്ലത് അല്ല. അപ്പോൾ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ RBI കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് പഠിക്കണം, ഈ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് പഠിക്കണം. പക്ഷെ അതിന് മുന്നേ നമ്മളൊരു കാര്യം അറിയണം. ഇത് എന്തിനാണ് അവിടെ കൊടുത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, രൂപ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് എത്രത്തോളം ഉണ്ട് നിങ്ങളും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ എത്ര രൂപയുണ്ട് നിലവിൽ? ഇപ്പോൾ എത്ര രൂപയുണ്ട് ഇന്ത്യയിൽ? എത്ര കറൻസി നോട്ട് ഉണ്ടായിരിക്കും എന്നൊരു സംശയം വരത്തില്ലേ? അപ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിലുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇതൊന്നും കാണുമ്പോൾ ഒന്ന് വലുതായിട്ട് തോന്നുമെങ്കിലും നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എടാ, എൻ്റെ കയ്യിലുള്ള പൈസ, എനിക്ക് സാധനം വാങ്ങണം, എൻ്റെ കയ്യിൽ എവിടെ നിന്നാ പൈസ? ഒന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലിരിക്കുന്ന ക്യാഷ്. ആണോ അല്ലേ? എൻ്റെ കയ്യിലിരിക്കുന്ന, എൻ്റെ പേഴ്സിൽ ഇരിക്കുന്ന പൈസ, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലിരിക്കുന്ന പൈസ, അല്ലെങ്കിൽ എൻ്റെ അലമാരിയിൽ ഇരിക്കുന്ന പൈസ ആണല്ലോ. കോയിൻസ് ആൻഡ് കറൻസി നോട്ട് ഹെൽഡ് ബൈ ദ പബ്ലിക്, ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പൈസ. പിന്നെ എൻ്റെ കയ്യിലുള്ള പൈസ ഏതാ? എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ. ഈ അക്കൗണ്ടിന് സേവിങ്സ് അക്കൗണ്ട് എന്നല്ലേ പറയണേ? സേവിങ്സ് ഡെപ്പോസിറ്റ് ഇൻ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്, സാധാരണ ബാങ്കിൽ നമുക്കുള്ള സേവിങ്സ് അക്കൗണ്ട്, SBIയോ കാനറയോ എന്തോ ആയിക്കോട്ടെ. ഇനി ഇതല്ലാതെ ഞാൻ പിന്നെ എവിടെയൊക്കെ പൈസ സേവ് ചെയ്യും? എൻ്റെ സാധാരണ ഒരു വ്യക്തി പറയുകയാണേ, ഒന്നുകിൽ ഞാൻ എൻ്റെ കൈ പൈസ വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ കൊണ്ടിടും, അല്ലെങ്കിൽ ഞാൻ ബാങ്ക് അല്ലാതെ പൈസ കൊണ്ടിടുന്ന മറ്റൊരു സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പോസ്റ്റ് ഓഫീസ് അവിടെ കത്തല്ലേ അയക്കുന്നത്, അതിനകത്ത് ഇവിടെ കാശ് കൊണ്ടിടുമെന്ന്? നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചാൽ മതി, അവർക്കറിയാം. സത്യം പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ഓഫീസുകളെന്ന് പറയുന്നത് കത്ത് കൊടുക്കുന്ന സ്ഥലം മാത്രമല്ല, അത് സാമ്പത്തിക ഇടപാട് കൂടി നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ കാശ് എവിടെയൊക്കെ കാണും? ഒന്ന്, അയാളുടെ കയ്യിരിക്കുന്ന കാശ്. രണ്ട്, അയാളുടെ എവിടെ ഇരിക്കുന്ന കാശ്? അക്കൗണ്ട് ഇട്ട് വെച്ചേക്കുന്ന കാശ്. നമുക്കെടുത്ത് ചിലവാക്കാൻ പറ്റുന്ന കാശിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സീസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ഇൻ അവർ എക്കോണമി. നമ്മുടെ എക്കോണമിയിൽ ഇരിക്കുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന, ശ്രദ്ധിച്ചോളെ, ഉപയോഗിക്കാൻ പറ്റുന്ന, അറ്റ് എ ടൈം ഉപയോഗിക്കാൻ പറ്റുന്ന കാശിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതിനാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ വേറെ നമ്മൾ വസ്തു വാങ്ങിച്ചിട്ടൊന്നുമല്ല പറഞ്ഞാൽ, അറ്റ് എ ടൈം ഉപയോഗിക്കാൻ പറ്റുന്ന കാശ്. ഒന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാശ്, ഒന്ന് എൻ്റെ അക്കൗണ്ടിൽ ഇരിക്കുന്ന കാശ്. ഇതിനെയാണ് M1 എന്ന് വിളിക്കും. അടുത്ത് ഈ പറയുന്ന കയ്യിരിക്കുന്ന കാശോ അക്കൗണ്ടിരിക്കുന്ന കാശോ, അല്ലാതെ എവിടെയാണ് ബാങ്ക് അല്ലാതെ പൈസ ഇടുന്ന സ്ഥലം? പോസ്റ്റ് ഓഫീസ്. അപ്പോൾ കയ്യിരിക്കുന്ന കാശ്, അക്കൗണ്ടിരിക്കുന്ന കാശ് പ്ലസ് പോസ്റ്റ് ഓഫീസ്, അതിനെ M2 എന്ന് വിളിക്കും. ഇനി ഇതല്ലാതെ എന്തായിരിക്കും? എനിക്കൊരു ആവശ്യം വന്നു, പൈസയ്ക്ക് ആവശ്യം വന്നു, ഞാൻ അതിൻ്റെ പേഴ്സ് തപ്പും, അല്ലെങ്കിൽ എവിടെ തപ്പും? എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ തപ്പും, അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ തപ്പും. പോസ്റ്റ് ഓഫീസ് നമ്മൾ സേവിങ്സ് അക്കൗണ്ട് പറയും, പക്ഷേ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് RBIയുടെ നേരെ ഇരിക്കുന്നില്ല, അത് എവിടെ ഇരിക്കുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. അതാണ് അത് എക്സ്ട്രാ തന്നേക്കുന്നത് കേട്ടോ. പോസ്റ്റ് ഓഫീസിൻ്റെ പൈസ എവിടെ ഇരിക്കുന്നത്? RBIയുടെ കയ്യിലാണ്. നേരെ എവിടെയാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ RBI ഇത് രണ്ടും ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പിടികിട്ടിയല്ലോ. ഇനി എനിക്ക് പൈസയ്ക്ക് ആവശ്യത്തിന് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വലിക്കാൻ നിൽക്കും. ആണോ അല്ലേ? അപ്പോൾ എന്താണ് M1 പ്ലസ് എന്താണ്? നെറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലേ? നമ്മുടെ ബാങ്കിലുള്ള എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിൽ കിടക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്. അത് അടുത്ത ദിവസം പോയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് വലിക്കുന്ന കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ടായിരിക്കും. തീർന്നു. ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും? M3 എന്ന് വെച്ചാൽ എന്തൊക്കെ വരും? M3 എന്ന് വെച്ചാൽ എന്ത് വരും? M3ക്കകത്ത് എൻ്റെ കയ്യിലുള്ള കാശ്, എൻ്റെ അക്കൗണ്ടിലുള്ള കാശ്, ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കുന്ന കാശ്, പ്ലസ് എന്താണ്? ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ചെയ്ത കാശ്. പിടികിട്ടിയ? ഒന്നുകൂടി പറഞ്ഞു തരണോ? സംശയം വരും. നോക്കടാ, എനിക്കൊരു ആവശ്യം വന്നു, ഞാൻ പൈസയ്ക്ക് എവിടെ പോവും? എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പൈസ എടുക്കും, പ്ലസ് എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഇരിക്കുന്ന കാശ് എടുക്കും. ഇതിൻ്റെ പേര് M1. ഇതല്ലാതെ പൈസ സേവ് ചെയ്യുന്ന സാധനമാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്. അതിനെ M2 എന്ന് വിളിക്കും. ഓക്കെ, M2 എന്ന് വിളിക്കും. ഓക്കെ, പ്ലസ് M1. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? നോക്കട്ടെ, M1 പ്ലസ് M2 ആണ് എന്ത്? M1 പ്ലസ്, ഇവിടെ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവണം അല്ലേ? ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു തരാമേ.
ഇത്ര ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമുക്ക് പൈസ വേണം, നമ്മളിവിടെ പോവും, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് വലിക്കുന്നു. ഈ പൈസയെ വിളിക്കുന്ന പേര് M1. ഇതാ കണ്ടോ, M1. ഇനി ഇതല്ലാതെ പൈസ വേണമെങ്കിൽ എനിക്ക് പൈസ സൂക്ഷിക്കാൻ പറ്റുന്ന, ഇന്ത്യയിൽ നിയമപരമായിട്ടാണ്, കള്ളക്കടത്തും അതൊന്നുമല്ല, നിയമപരമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് എന്ത്, പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ട്. അപ്പോൾ ആ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന് മൊത്തത്തിൽ എന്ത് വിളിക്കാം, M2 എന്ന് വിളിക്കാം. എന്നിട്ടും എൻ്റെ ആവശ്യം തീർന്നില്ലെങ്കിൽ ഞാൻ ഇട്ടേക്കുന്ന FD എന്ന് വലിക്കും, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് വലിക്കും. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിലാണ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, M3. കയ്യിലുള്ള കാശ്, സേവിങ്സ് അക്കൗണ്ട് ഇട്ട ക്യാഷ്, പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട കാശ്. അല്ലെങ്കിൽ പിന്നുള്ള വഴി എന്താ, കയ്യിലുള്ള കാശ്, സേവിങ്സ് അക്കൗണ്ടിലെ കാശ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് കാശ് പ്ലസ് എന്താണ്, പോസ്റ്റ് ഓഫീസിൻ്റെ സേവിങ്സ് ഇട്ട കാശും കൂടെ കൂട്ടാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മൊത്തം കാശായി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൂട്ടത്തില്ല, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് കൂട്ടത്തില്ല. ഇതൊന്നും നിങ്ങൾ സാധനം കേട്ടിട്ടുള്ളതായിരിക്കത്തില്ല. നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിലോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ബാങ്ക് മുഖാന്തരമോ 10-15 കൊല്ലത്തേക്കൊക്കെ പൈസ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിനാണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ പൈസ നമ്മൾ ഇടുമ്പോഴത്തേക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. നിങ്ങൾ ഇന്ദിരാ വികാസ് പത്രം എന്ന് പറഞ്ഞിട്ട് സാധനം പണ്ട് കിട്ടുമായിരുന്നു. ഈ സാധനത്തിനും ഇത്ര ശതമാനം പലിശ എന്ന് വെച്ചിട്ട് 10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാശ് കിട്ടും. പക്ഷേ ഇത് പ്രശ്നം, ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നമുക്കിത് പെട്ടെന്ന് വലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരു ആവശ്യം വന്നാൽ ഞാൻ കാശ് എടുക്കാൻ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റും കൊണ്ട് ബാങ്കിൽ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇതിനകത്ത് കൺഫ്യൂഷൻ വരുമെന്ന് എനിക്കറിയാം. ഒറ്റ കാര്യമാണ് ചെയ്തത്, എനിക്ക് നാളെക്കുറിച്ച് 50 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പേഴ്സിൽ നോക്കും, എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നോക്കും, M1. ഇത് രണ്ടും ഇന്ന് തികയാതെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പിന്നെ എൻ്റെ പൈസ ഇടാനുള്ള ലീഗൽ പരിപാടി പോസ്റ്റ് ഓഫീസിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ പൈസയുടെ കൂടെ പോസ്റ്റ് ഓഫീസിലെ പൈസയും കൂടി എടുക്കും, M2. അടുത്ത് എന്ത് ചെയ്യും, പോസ്റ്റ് ഓഫീസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എവിടെ ഇരുന്നോട്ടെ, പോസ്റ്റ് ഓഫീസ് ഇല്ലെന്നിരിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അടുത്ത വഴി എന്താ, തികഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ സാധാ ബാങ്കിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് വലിക്കും. പോസ്റ്റ് ഓഫീസിലെ FD വലിക്കുന്നതിനേക്കാൾ എളുപ്പം മറ്റേതാവും പെട്ടെന്ന് കിട്ടും കേട്ടോ. പോസ്റ്റ് ഓഫീസ് കുറച്ചല്ലേ, ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, M3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിലുള്ള കാശ് പ്ലസ് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കിലെ FDയും കൂടി നമ്മൾ വലിച്ചു. എൻ്റെ കുറേ കാശായി, എൻ്റെ എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഓരോ ജനങ്ങളുടെ കയ്യിലുള്ള കാശായി. ഇനി അടുത്തുള്ള വഴി എന്തോ സൗണ്ട് കേൾക്കുന്നു, അടുത്തുള്ള വഴി എന്തുവാ, പോസ്റ്റ് ഓഫീസിൽ കിടക്കുന്ന FDയും കൂടി ഞാനങ്ങ് വലിക്കും, M4 ആയി. ഇതല്ലാതെ എൻ്റെ കയ്യിൽ പെട്ടെന്ന് ലിക്വിഡായിട്ട് ക്യാഷ് വരാൻ വേറെ വല്ല വഴി നിങ്ങൾക്ക് അറിയാവോ, ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും കയ്യിലുള്ള ക്യാഷ് എടുത്ത് കൂട്ടിയാൽ ഇന്ത്യക്കാരുടെ മൊത്തം കയ്യിലുള്ള ക്യാഷ് കിട്ടിയോ? കാരണം ഇതെല്ലാം നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തുവാണ്, ഷെയർ മാർക്കറ്റ്, ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കാശായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണോ, ക്യാഷിൻ്റെ അളവാണോ? അല്ല, അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്, അത് വേറെ അല്ലെ, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് അല്ലേ. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഈ വഴി കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. കുറച്ച് പുകയൊക്കെ ഇപ്പോൾ നിങ്ങളുടെ തലയിൽ നിന്ന് പറന്നു പോയിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എങ്ങനെയാണ് റിസർവ് ബാങ്ക് കൂട്ടുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ റിസർവ് ബാങ്ക് പറയും നമ്മുടെ കയ്യിലുള്ള ക്യാഷും നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷും M1, നമ്മുടെ ഈ കൈ കിടക്കുന്ന ക്യാഷും സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷും പിന്നെ പോസ്റ്റ് ഓഫീസിനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ M2, നമ്മുടെ കൈ കിടക്കുന്ന കാശും സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന കാശും പ്ലസ് ഫിക്സഡ് ഡെപ്പോസിറ്റിന് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ M3. ഈ പറയുന്ന M3യോടൊപ്പം പോസ്റ്റ് ഓഫീസിൽ കിടക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന് കൂടെ കിട്ടുന്നത് M4. ഇതിൽ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് കൂട്ടത്തില്ല, കാരണം അത് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റത്തില്ല. 10 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കൊക്കെയാണ് ഇട്ടേക്കുന്നത്. സോ പെട്ടെന്ന് കയ്യിലുള്ള കാശ് എന്ന രീതിക്ക് നമുക്ക് ഇത്ര കാശിനെ കൂട്ടാൻ പറ്റുള്ളൂ. ഈ കാശ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കാശിൻ്റെ വില കൂടാൻ കുറയാം, അല്ല ഈ കാശിൻ്റെ മൂല്യം ഇടിഞ്ഞാൽ അതാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഇത് കൂടി ഇൻഫ്ലേഷൻ ഉണ്ടായാൽ എങ്ങനെയാണ് ബാങ്ക് അത് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതും കൂടി ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ പറയാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷനാവും. അപ്പം മനസ്സിരുത്തി ഒന്ന് വായിച്ച് നോക്കി കിട്ടും. സോ ഇന്നത്തേക്ക് എത്രയും മതി. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.